എല്ലാ ചങ്കുപ്രോകൾക്കും ഓട്ടോ ബ്രാൻഡിലേക്ക് സ്വാഗതം. അല്ലയോ നാട്ടുകാരെ, നഗരവാസികളെ, പെട്രോൾ പമ്പിലെ ചേട്ടന്മാരോട് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായി. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് 2026 മോഡൽ ടാറ്റ പഞ്ചീവിയാണ്. വണ്ടി കണ്ടാൽ പഴയ പഞ്ച് തന്നെയാണെന്ന് തോന്നും. പക്ഷേ ഉള്ളിലിരിപ്പ് വേറെയാണ് കേട്ടോ. ലുക്ക് കണ്ട് ഭയങ്കരവ്. ഇതാ നോക്കിയേ, ഇതിന്റെ മുഖം കണ്ടോ? നെക്സോൺ ഏട്ടനെ കോപ്പി അടിച്ചതുപോലെ ഒരു നീളൻ ലൈറ്റ് ബാർ. രാത്രിയിൽ ഇതിട്ടോണ്ട് പോയാൽ ബാക്കിയുള്ളവർക്ക് വിചാരിക്കും ഏതോ അന്യഗ്രഹ ജീവിയാണെന്നും. പിന്നെ ഇതിന്റെ ബോണറ്റ് തുറന്നാൽ പഴയ എഞ്ചിനൊന്നുമല്ല, പകരം ഒരു ചെറിയ പെട്ടി വെച്ചിട്ടുണ്ട്. മീൻ വാങ്ങാനോ പച്ചക്കറി വാങ്ങാനോ ഒക്കെ കൊള്ളാം, പക്ഷേ അവിടെ ഇരുന്ന് അത് വേവില്ലെന്ന് മാത്രം. റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേടിക്കേണ്ട. പഴയ പഞ്ച് EVയുടെ ദൂരം കൂടുമ്പോൾ നമ്മുടെ നെഞ്ചിരിപ്പ് കൂടുമായിരുന്നു. ചാർജ് തീരുമോ എന്ന് പേടിച്ച്. പക്ഷേ ഇതിൽ ടാറ്റ ബാറ്ററി അങ്ങോട്ട് കൂട്ടി. 30 കിലോ വാട്ട്, 40 കിലോ വാട്ട്, ഇപ്പോൾ 468 കിലോമീറ്റർ റേഞ്ച് വരെയാണ് കമ്പനി പറയുന്നത്. ശരിയാണ്, നമ്മുടെ റോഡിൽ ഓടുമ്പോൾ കുറച്ച് കുറയും. എന്നാലും ഒരു വട്ടം ചാർജ് ചെയ്താൽ കാസർഗോഡ് നിന്ന് കൊച്ചി വരെ ധൈര്യമായി വിടാം. ചാർജ് തീരുമെന്ന് പേടിച്ച് FC ഓഫ് ചെയ്ത് വേർതിരിക്കേണ്ടി വരില്ല. അകത്ത് കയറിയാൽ പിന്നെ വലിയ വലിയ സ്ക്രീനുകളാണ്. വീട്ടിലെ TVയേക്കാൾ വലിപ്പമുണ്ട് ടച്ച് സ്ക്രീൻ. പിന്നെ നമ്മുടെ നാട്ടിലെ വെയിലിനെ പറ്റിയ വെന്റിലേറ്റർ സീറ്റുകൾ, അതായത് സീറ്റിന്റെ അടിയിൽ നിന്നും കാറ്റ് വരും. ഇനി സീറ്റ് ചൂടായി എന്ന് പറഞ്ഞ് ആരും പരാതി പറയില്ല. സൺറൂഫൊക്കെ ഉണ്ട്, മഴ പെയ്യുമ്പോൾ തുറക്കരുത് എന്ന് മാത്രം. പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തമാശ ഇതിന്റെ വിലയാണ്. ടാറ്റ ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് ബാറ്ററി വാടകയ്ക്ക്. വണ്ടി വാങ്ങുമ്പോൾ ബാറ്ററിയുടെ പൈസ കൊടുക്കേണ്ട. ഏകദേശം 6.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കയ്യും കെട്ടു. ബാക്കി പൈസ നമ്മൾ പെട്രോൾ അടിക്കുന്നതിനേക്കാൾ കുറഞ്ഞ തുക മാസവാടകയായി കൊടുത്താൽ മതി. കെട്ടുനിറച്ച് പെട്രോൾ അടിക്കുന്നതിനേക്കാൾ ലാഭകരമാണ് ഈ കറണ്ട് വണ്ടി. അപ്പോൾ എങ്ങനെയാ, ഗൾഫിൽ നിന്ന് വരുന്ന അലൈനൊരു 1 GB എടുത്തു കൊടുത്താലാ? സംശയമൊന്നുമില്ല, വണ്ടി പുലിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. പൈസ ഒന്നാവില്ലല്ലോ. അടുത്ത വണ്ടിയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.